നാലാം സെമസ്റ്റർ റിസൾട്ട് വരാനിരിക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ് റിസൾട്ട് ലിബറൽ ആകുമോ എന്ന്. ഇതിനെപ്പറ്റി പറയുമ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആദ്യം വരുന്നത്. ഒരിക്കൽ പോലും ടീച്ചേഴ്സ് സെമസ്റ്റർ എക്സാമിന്റെ പരീക്ഷ സിവിൽ സർവീസിന് എഴുതുന്ന മെയിൻ പേപ്പർ പോലെ ജഡ്ജ് ചെയ്യാറില്ല. ടെക്സ്റ്റ് ബുക്ക് കാണാപ്പാഠം പഠിക്കുന്ന ചിട്ടി റോബോ ആയിട്ട് ഒരിക്കലും സ്റ്റുഡൻസിനെ ടീച്ചേഴ്സ് കണക്കാക്കാറുമില്ല. ഇതിന് പകരമായി ടീച്ചേഴ്സ് ഒരു പേപ്പർ നോക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആശയം ചോരാതെ പറയുന്ന കാര്യങ്ങളിൽ ഓർഗനൈസ്ഡ് കൺസൈസ് മാനർ ഉണ്ടോ എന്ന് മാത്രമാണ് ഫസ്റ്റ് ടൈമിൽ നോക്കാറുള്ളൂ. ഇന്നത്തെ കാലത്തെ കുട്ടികൾ പറയുന്ന പോലെ ക്രിഞ്ചടിക്കാത്ത പേപ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കുകൾ കിട്ടിയിരിക്കും. ടീച്ചേഴ്സിന്റെ ഭാഷ്യത്തിൽ ക്രിഞ്ച് എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആവാതെ വരുമ്പോൾ ABC എന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇടകലർത്തി എഴുതുമ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യന് 2 സെന്റൻസ് എഴുതുമ്പോൾ ഇക്കാര്യം തന്നെ ഉദാഹരണമായി യഥാക്രമം 4, 6, 10 മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ എഴുതുന്നത് 4 സെന്റൻസ്, 6 സെന്റൻസ്, 10 സെന്റൻസ്. ഓരോ ക്വസ്റ്റ്യൻസിനും വേണ്ട ഉത്തരങ്ങൾ എഴുതാതെ വരുമ്പോൾ, പ്രത്യേകിച്ച് അണ്ടർലൈൻ ചെയ്യാതെ വരുമ്പോൾ, കോഡ്സ് എഴുതാതെ വരുമ്പോൾ, ഫ്ലോ ചാർട്ടും കോൺസെപ്റ്റ് മാപ്പിങ്ങും മൈൻഡ് മാപ്പിങ്ങും തുടങ്ങിയ എഡ്ജ് പോയിന്റ്സുകൾ എഴുതാതെ വരുമ്പോൾ ടീച്ചേഴ്സിന് ക്രിഞ്ചടിക്കാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത് വാല്യുവേഷൻ ലിബറൽ തന്നെയായിരുന്നു. അവിടെ റെഗുലർ SDE എന്ന വേർതിരിവ് കാണിച്ചിട്ടില്ല. നിങ്ങൾ ആശയം ചോരാതെ പരീക്ഷ പേപ്പറിൽ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, വൃത്തിയായി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാർക്കോടുകൂടി ജയിക്കാവുന്ന കാര്യം തന്നെയാണ്. O എന്ന ഔട്ട്സ്റ്റാൻഡിംഗ് റിസൾട്ട് പല കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. മേൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ടത്ര ശ്രദ്ധ ഊന്നി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല മാർക്കോടുകൂടി ജയിക്കാനും കോൺവൊക്കേഷൻ എന്ന പ്ലാറ്റ്ഫോമിൽ മിന്നിത്തെളിയാനും സാധിക്കും. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ, പ്രത്യേകിച്ച് റിസൾട്ടുമായി അറിയാവുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്നവർക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.